ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിനും വിവരമില്ലേ? അദ്ദേഹവും മുഅ്തസിലിയാക്കളെയും ഷിയാക്കളെയും പ്രചരിപ്പിക്കുന്ന ആളാണോ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ശീലമായ മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്. വിശാല മനസ്കനായ ഇബ്നു തൈമിയ എവിടെ ഇരിക്കുന്നു? ഖുദ്സ് മനസ്കരിക്കാരും പക്ഷപാത കോമരങ്ങളുമായ അദ്ദേഹത്തിന്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്നവർ എവിടെ കിടക്കുന്നു? പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പൊ രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിന്റെ അവതാരിക എന്ന് പറഞ്ഞ ഇതൊരു വട്ടം വായിച്ചാൽ അദ്ദേഹം പറഞ്ഞതിനൊക്കെയുള്ള മറുപടി അതിലുണ്ട്. പക്ഷെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആകപ്പാടെ ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഷിയാക്കളാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ചെയ്യുന്നത്. സഹാബികളെ നിന്ദിച്ചിരിക്കുന്നു. നിങ്ങൾ കേട്ടോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിന്ദിച്ചിരിക്കുന്നു, എല്ലാ സഹാബികളെയും നിന്ദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആരാ സഹാബികളെ നിന്ദിച്ചത്? സഹാബികളെ നിന്ദിച്ചത് മൗദൂദി സാഹിബാണോ? സഹാബികളെ നിന്ദിച്ചത് ടി മുഹമ്മദ് സാഹിബാണോ? എന്റെ കയ്യിലുള്ളത് അൽമനാറിന്റെ കോപ്പിയാണ്. അൽമനാറിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. അതിലെന്താ പറയണ നോക്കാം. അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചരിത്രമാണ്. അബ്ദുൽ മജീദ് വാരണാക്കര എന്ന ആൾ എഴുതിയ ചരിത്ര ലേഖനത്തിന്റെ തുടർച്ചയിലുള്ള ഒരു ലക്കത്തിൽ വന്നതാണ്. അതിൽ അദ്ദേഹം പറയാം ത്വൽഹത്തിനും സുബൈറിനും എതിരെയാണ് സഹാബികളാണ് വളരെ പേർ തിരിഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയിൽ അവർ രണ്ടുപേരെയും അവർ പ്രതിസ്ഥാനത്ത് നിർത്തി. ജനങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ കുഴിയിൽ വീണിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. ത്വൽഹത്ത് പറഞ്ഞു, ജനങ്ങളെ, അല്ലാഹുവാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതല്ലാതെ ഇന്നും പറയുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പശ്ചാത്താപത്തോടൊപ്പം തെറ്റുകളും കൂട്ടിക്കലർത്തുകയാവുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൗബന്റെ കൂടെ തെറ്റാണ് കൂട്ടിക്കലർത്തിയത് എന്ന് പറയും. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുൻകൂർ ജാമ്യമെടുപ്പായിരുന്നു ഇത്. ഖിലാഫത്ത് സ്ഥാനം താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ആക്ഷേപകർക്ക് ആരോപിക്കാമല്ലോ. അപ്പൊ സ്ഥാനം ആഗ്രഹിക്കുന്നു എന്ന് ആരോപിക്കാതിരിക്കാൻ മുൻകൂറായിട്ട് പറഞ്ഞതാണ് ഇത്. ഇനിയോ ത്വൽഹത്തും സുബൈറും തനിക്ക് ബൈഅത്ത് ചെയ്യണമെന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരുന്നു. കാരണം രണ്ടുപേരും അദ്ദേഹത്തിന്റെ ചങ്ങാതിമാരായിരുന്നു. കൂടിയാലോചനാ സമിതിയിൽപ്പെട്ട ആരെങ്കിലും ഖിലാഫത്ത് സ്ഥാനം ആഗ്രഹിക്കുമായിരുന്നെങ്കിൽ അത് ആ രണ്ടുപേരുമായിരിക്കും. അവർ രണ്ടുപേരും അക്കാര്യത്തിൽ പരിഗണനാർഹമായിരുന്നു. രണ്ടുപേർക്കും കുഴപ്പക്കാരിൽപ്പെട്ട നല്ലൊരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അൽമനാർ ഷിയാക്കളെ എഴുതിയതല്ല, ഏതോ കാലത്ത് ആരോ എഴുതിയതല്ല, അൽമനാറിൽ എഴുതിയതാണ്. ത്വൽഹത്തിനെയും സുബൈറിനെയും കുറിച്ചാണ് അവർക്ക് കുഴപ്പക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് എഴുതിയത്. എന്നിട്ടോ ത്വൽഹത്തിനെയും സുബൈറിനെയും ബൈഅത്തിന് ക്ഷണിക്കപ്പെട്ടു. ത്വൽഹത്ത് ഒഴികഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ മാലിക്കുൽ അസ്കർ വാളൂരിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവാണേ താങ്കൾ ബൈഅത്ത് ചെയ്യണം, അല്ലെങ്കിൽ മൂക്ക് ഞാൻ അരിയും. സഹാബികളെന്നുള്ള വർത്താനെ അൽമനാർ എഴുതിയത് തീർന്നിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ ശേഷം ഖിലാഫത്തിന് ഏറ്റവും അർഹൻ താനാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. മറ്റാരെക്കാളും തനിക്കാണ് മുസ്ലിങ്ങളുടെ കാര്യം ഏറ്റെടുക്കാൻ അർഹത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ഖിലാഫത്ത് ഒരു വിഷമവും കൂടാതെ തന്നെ തേടി വരുമെന്നും മുസ്ലിങ്ങൾ മറ്റാരെയും തനിക്ക് പകരമാക്കുകയില്ലെന്നും അദ്ദേഹം ധരിച്ചു. തിരുമേനിയുമായുള്ള കുടുംബ ബന്ധം, ഇസ്ലാമിലുള്ള മുമ്പൻ സ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുമായി വിവാഹബന്ധം, ഇതൊക്കെ അർഹതക്കുള്ള മാനദണ്ഡമായി അദ്ദേഹം കണക്കുകൂട്ടി. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടപ്പെടുന്നത് വരെ ബൈഅത്തിന് ആവശ്യപ്പെടുന്ന കാര്യം അദ്ദേഹം താമസിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അവസാന കാലത്ത് അവർ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ബനു ഉമയ്യ കുടുംബങ്ങളുമായ ഖലീഫയുടെ രഹസ്യബന്ധങ്ങളെയും ഇടപാടുകളെയും അലി റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യകാലത്ത് അവരായിരുന്നല്ലോ കാര്യങ്ങൾ കൈയാളിയിരുന്നത്. അദ്ദേഹത്തിന് വിനയായതും അത് തന്നെ. അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ അലി റളിയല്ലാഹു അൻഹു വളരെ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്നെല്ലാം കുതറി മാറുകയായിരുന്നു. ഇത് ഷിയാക്കളെ കിതാബല്ല, അൽമനാറാണ്. അൽമനാർ ഷിയാക്കൾ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ എഴുതിയിട്ടുള്ള അബ്ദുൽ മജീദ് വാരണാക്കര എന്ന ആൾ എഴുതിയതിനെതിരെ മുജാഹിദ് നേതൃത്വത്തിന് എന്താ പറയാനുള്ളത്? ആരാ സഹാബികളെ നിന്ദിച്ചത്? CP ഉമർ സുല്ലമി എഴുതുകയാണ്. ഞങ്ങളാളെല്ലാം ചിലപ്പോൾ ഇവിടെ പ്രസംഗിച്ച പോലെ പറയും. സഹാബികളിൽ തന്നെ പലരും കുറ്റകൃത്യങ്ങൾ ചെയ്തതും ശിക്ഷയ്ക്ക് വിധേയരായതും വളരെ പ്രസിദ്ധമാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇനി വളരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്ന വലിയ കിതാബാണ്. അതില് ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണം അതിലുണ്ട്. ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിന്റെ ഭരണം. ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണം അതിലെന്താ പറയുന്നത്? ഖലീഫ നൽകിയ സ്വാതന്ത്ര്യം ഛിദ്രതയും ഗ്രൂപ്പിസവും വളർത്താൻ ഉപയോഗപ്പെടുത്തപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാൽ കൈകാര്യം ചെയ്ത രീതിയും കടുത്ത വിമർശനത്തിന് വിധേയമായി. പ്രിയമുള്ള നാട്ടുകാര് കേട്ടിട്ട് പടച്ച തമ്പുരാനെ, ഈ ജമാഅത്തുകാരാണല്ലോ ഈ സഹാബികളൊക്കെ നിന്ദിച്ചത് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി നിന്ദിച്ചത് ആരാന്ന് പറയേണ്ടി വന്നതാ. ഇവര് ചെയ്തതെല്ലാം കൂടി എടുത്തിട്ട് എല്ലാ നാട്ടിലും പോയി പറഞ്ഞ ഏർപ്പാട് നമുക്കില്ല. പക്ഷെ വസ്തുതകളെ തലതിരിച്ചു പിടിച്ചിട്ട് പോലുണ്ടല്ലോ. അതുകൊണ്ട് കാര്യം ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉത്തരം ഞാൻ പറയൂല, ഉത്തരം പറയേണ്ടത് കേൾക്കുന്ന ആളുകളാണ്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രവാദം അത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് മുനാഫിക്കുകളാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ഇസ്ലാമില് രാഷ്ട്രമുണ്ട്. ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം അവരൊക്കെ ഭരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരും പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അത് എല്ലാ മതവിഭാഗക്കാരും പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുമായി പറയാനും അവതരിപ്പിക്കാനും സംവദിക്കാനും എല്ലാമുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം. കമ്മ്യൂണിസ്റ്റുകൾക്ക് വരാം, സോഷ്യലിസ്റ്റുകൾക്ക് വരാം, ഹിന്ദു രാഷ്ട്രം വേണമെന്ന് പറയുന്ന ആളുകൾക്ക് വരാം. വളരെ സന്തോഷപൂർവ്വം അവരെ കൂടിയിരുത്തി സമാധാനപൂർവ്വം എന്താ ഞങ്ങൾ പറയുന്ന ഇസ്ലാമിക ഭരണമെന്ന് അവതരിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങളുടെ നിലപാട് എന്താണ്? ഇസ്ലാമിൽ ഭരണമുണ്ടോ? ഇവിടെ പറഞ്ഞു ഇസ്ലാമിൽ ഭരണമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അധികാരമല്ല, ഭരണമല്ല എന്നൊക്കെ പറയുകയുണ്ടായി. നിങ്ങളുടെ നിലപാട് യഥാർത്ഥത്തിൽ എന്താ? നിലപാട് എന്താന്നുള്ളത് അന്വേഷിച്ചു പോയാൽ ആകെ ഒന്നും പിടുത്തം കിട്ടാത്ത ഒരു കോലത്തിലെത്തും. പറയാം. അള്ളാഹു നിഷിദ്ധമാക്കിയത് അനുവദിച്ചും അവൻ അനുവദിച്ചത് നിഷിദ്ധമാക്കിയും ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധികാരികളും നേതാക്കളും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുന്നത് തൗഹീദിന്റെ മേലുള്ള കടന്നുകയറ്റവും അള്ളാഹുവിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യലും ശിർക്കുമാണ്. മൊയ്തീശേനെ വിളിച്ച് പ്രാർത്ഥിക്കണല്ല. പിന്നെന്താ? ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധികാരികളും നേതാക്കളും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുന്നതോ തൗഹീദിന്റെ മേലുള്ള കടന്നുകയറ്റവും അള്ളാഹുവിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യലും ശിർക്കുമാണ്. ഇന്ന് ഭൂമിയിലെ മിക്ക ഭരണാധികാരികളും നേതാക്കളും അള്ളാഹുവിന്റെ ഈ അവകാശം കയ്യേറിയവരാണ്. ഇനി സലഫി പ്രസ്ഥാനം ജിഹാദാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ജിഹാദ്. അത് നമുക്ക് മനസ്സിലായില്ല. എന്താ? എല്ലാ അർത്ഥത്തിലുമുള്ള ജിഹാദ് സത്യത്തെ അതിന്റെ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുന്നതിനും സമുദായത്തെ ഈ വൻ ശിർക്കിൽ നിന്നും കൊടിയ കുഫറിൽ നിന്നും മോചിപ്പിക്കുന്നതിനുമുള്ള ജിഹാദ്. അതാകണമെങ്കിൽ ഭരണം അള്ളാഹുവിന്റേത് മാത്രമായിരിക്കണം. ഖുർആനിലും ഹദീസിലും വന്നതനുസരിച്ചും അതതു കാലത്തെ ഇമാമുകളുടെ ഇജ്തിഹാദ് അനുസരിച്ചുമായിരിക്കും അത്. അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുവദിച്ചതുമായ ഇജ്തിഹാദ്. നിയമനിർമ്മാണ രംഗത്തെ ഈ ശിർക്കിൽ നിന്ന് ദഅവത്ത് വഴിയും ജിഹാദ് വഴിയും ജനങ്ങളെ മോചിപ്പിച്ചെടുക്കേണ്ടത് നിർബന്ധമാണ്. ഈ പ്രശ്നം സലഫി ആദർശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ്. ഇതൊക്കെ കൂടി വായിക്കുന്നത് കേട്ടാ തോന്നുന്നു ഏതോ ഒരു സോൾഡാറ്റുകാരന്റെ പ്രസംഗം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പ്രസംഗമാണ്. ഒരു അങ്ങനെ തന്നെയല്ല പറയാനാണ്. എന്നാൽ ഇതേതെങ്കിലും മൗദൂദിയുടെ രചനകളിൽ നിന്ന് എടുത്തതല്ല. കേരള നദുവത്തുൽ മുജാഹിദീൻ മുഖപത്രമായ അൽമനാർ 1988 സെപ്റ്റംബർ മാസം പ്രസിദ്ധീകരിച്ച ലോക പ്രശസ്ത സലഫി പണ്ഡിതനായ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിന്റെ ലേഖനത്തിൽ നിന്ന് എടുത്തതാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ആകെ രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഞങ്ങള് പിന്നെ അതൊന്നുമല്ല. നിങ്ങളത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇതായിരുന്നു അക്കാലത്തെ നിങ്ങളുടെ നിലപാട്.